നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ നിനക്ക് ഇന്ന് വേണ്ടാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ആരോട് ദേഷ്യപ്പെട്ടു വന്ന്? അത് നമ്മുടെ ഡ്രൈവർ നാരായണൻ ചേട്ടനോട് കാറിന്റെ RC പുതുക്കാൻ പറഞ്ഞതാ. ഇന്നത്തെ എനിക്ക് കഴിക്കാൻ തീരെ മൂടിലെടുത്തി, അതാ വേണ്ടെന്ന് പറഞ്ഞത്. അത് മോശല്ലേ സച്ചി? നിന്റെ ഭാര്യ നിനക്ക് വേണ്ടി ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നീ കുടിച്ചില്ലെങ്കിൽ അവക്കത് എന്തുമാത്രം സങ്കടം ഉണ്ടാവുന്ന നീ ആലോചിച്ച് നോക്ക്. കുറച്ചെങ്കിലും കഴിച്ചേ പറ്റൂ. ഇത് മതിയടുത്തി, എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. നീ ഇനി പാലട ഉണ്ടാക്കിയ കഴിക്കില്ലെന്നാണോ അതോ അർച്ചന ഉണ്ടാക്കുന്ന പാലട കഴിക്കില്ലെന്നാണോ? സച്ചേട്ടാ, എങ്ങനെയുണ്ട്? എനിക്ക് ഈ സാരി നല്ലപോലെ ചേരുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയണ്ട സച്ചേട്ടാ. ഇഷ്ടായില്ലെങ്കിൽ ഇഷ്ടായില്ല എന്ന് പറഞ്ഞു, കൊള്ളാങ്കി കൊള്ളാന്ന് പറഞ്ഞു. ഒന്നും മിണ്ടാന്നാ ഞാൻ എന്താ കരുതുക? എനിക്കൊന്നും പറയാനില്ല. അതൊരു മറുപടി അല്ലല്ലോ സച്ചേട്ടാ. എനിക്കൊന്നും പറയാനില്ലെന്ന് വെച്ചാ അത്രയ്ക്ക് സൂപ്പറാണെന്നോ അതോ മഹാമോശാണെന്നോ, അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നാണോ? എന്താന്ന് തെളിച്ചു പറ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും പറയാനില്ലെന്ന്, പിന്നെ എടുത്തു ചോദിക്കേണ്ട കാര്യമില്ല. എന്നെ കണ്ടിട്ട് സച്ചേട്ടന് വേറൊന്നും പറയാനില്ലേ? ഈ സാരി ഒട്ടും ഇഷ്ടമായില്ല സച്ചേട്ടന്. പക്ഷേ എനിക്കിത് നല്ലപോലെ ഇഷ്ടമായി. ഉടുത്തപ്പോൾ അതിലേറെ ഇഷ്ടമായി. ഒന്നാമത് എനിക്ക് മനസ്സിന് പിടിച്ച കളർ കൂടി ആയപ്പോ വല്ലാതെ ഇഷ്ടമായി. അതെ, എനിക്ക് വേണ്ടി വാങ്ങിയ ഈ സാരി എനിക്ക് എവിടെ നിന്നാ കിട്ടിയെന്നറിയണ്ടേ? സച്ചേട്ടന്റെ B നിലവറയിൽ നിന്നും. ഞാൻ അതിനകത്തുനിന്ന് കയറിയിട്ടോ. ഇത്രയും നാളായിട്ടും അങ്ങനെ സച്ചേട്ടന് സ്വകാര്യമായിട്ട് റൂമുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അവിടുന്നാ എനിക്ക് സാരി കിട്ടിയത്. എനിക്ക് തരാനുള്ള സാരി എന്തിനാ അവിടെ കൊണ്ടുവച്ചേ? എന്നിട്ട് എന്നോട് പറഞ്ഞതുപോലും ഇല്ലല്ലോ. ചിലരിങ്ങനെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കോ പ്രശംസിക്കോ ഒന്നും ചെയ്യില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കും. വീട്ടിലെ അനുപേട്ടനും ഇങ്ങനെയാ. ഏടത്തെ എത്ര ഒരുങ്ങിയാലും നന്നായിന്നൊരു വാക്ക് പറയില്ല. പക്ഷെ സച്ചേട്ടൻ അങ്ങനെ അല്ലല്ലോ. എത്രയോ പ്രാവശ്യം എന്നെ പുകഴ്ത്തിയിട്ടുണ്ട്. ഇന്നെന്താ പറ്റി? എനിക്കറിയാം എന്താ കാരണമെന്ന്. എന്നെ പറ്റിക്കാനല്ലേ ദേഷ്യം ഭാവിക്കുന്നത്? ഈ സാരി എന്തിനാ സച്ചേട്ടൻ വാങ്ങി വെച്ചിരുന്നേന്നാ ഞാൻ പറയട്ടെ. പിറന്നാളിന് തരാൻ വേണ്ടിയല്ലേ? അതെ, പിറന്നാളിന് കൊടുക്കാൻ വേണ്ടിയാ. പക്ഷേ അത് തനിക്കല്ല, അമ്മൂന്. അവൾക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് മോഹിച്ച് ഞാൻ വാങ്ങിയതാ ഈ സാരിയും ഈ ഓർണമെന്റ്സും. ആരാ ഇത് നിന്നോട് എടുത്തു കൊടുക്കാൻ പറഞ്ഞത്? ആരാന്ന്? ഇത് ഞാൻ അമ്മൂന് കൊടുക്കാൻ വാങ്ങിവെച്ച സാരിയാണെന്ന് താൻ എങ്ങനെ അറിഞ്ഞു? എന്നിട്ട് അതെടുത്ത് കൊടുത്ത് എന്റെ മുന്നിൽ നിന്ന് മനഃപൂർവ്വം എന്നെ വേദനിപ്പിക്കാനും അവഹേളിക്കാനുമാണ്. അമ്മ ഉടുക്കേണ്ട സാരി ഉടുത്ത് എന്റെ മുന്നിൽ വന്ന് കൊള്ളാമെന്ന് അഭിപ്രായം ചോദിച്ചാ ഞാൻ പിന്നെ എന്തു പറയണം? ഗംഭീരെന്നോ അതോ ഭൂലോക സുന്ദരിയെന്നോ?
എന്റെ അനുവാദമില്ലാതെ താൻ എന്റെ മുറിയിൽ കയറിയത് തന്നെ തെറ്റാ. ആ മുറിക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് തനിക്ക് അറിയണോ? എനിക്ക് ആ മുറിയും അതിലെ എന്റെ ഓർമ്മകളും എത്രമാത്രം എനിക്ക് ജീവനാണെന്ന് ഞാൻ കാണിച്ചു തരാം. വാ. സച്ചിട്ട് വേണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് ഒന്നും അറിയണ്ട, പ്ലീസ് ഇത് വീട്. നിക്ക്. ഇല്ല, താൻ അറിയണം. അറിഞ്ഞാലേ എന്താണ് താൻ ചെയ്തതെന്ന് തനിക്ക് മനസ്സിലാവും. വാ, വരാൻ. വേണ്ട സച്ചേട്ടാ, സച്ചേട്ടനെ വേണ്ട. വരാൻ ഇങ്ങോട്ട്. വാ. സച്ചേട്ടാ പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. വരാൻ. സച്ചേട്ടാ എനിക്കിനി എവിടേക്ക് വരണമെന്നില്ല, എന്നെ വീട് സച്ചേട്ടാ. ഇല്ല, തനിക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തി തരും ഞാൻ. എന്റെ കൂടെ വന്നേ പറ്റൂ. സച്ചേട്ടാ വീട്. ഇതെന്റെ ലോകം, എന്റെ അമ്മുന്റെ മാത്രം ലോകം. ഇവിടെ ഞാനും അവളും അല്ലാതെ ഒരാളും കയറാൻ പാടില്ല. സച്ചേട്ടാ ഞാൻ വേണോന്ന് വെച്ച് കയറിയതല്ല. വേണമെന്ന് വെച്ച് തന്നെ കയറിയതാ, മനഃപൂർവ്വം. ഇല്ലെങ്കിൽ തനിക്ക് ഇവിടെ കയറേണ്ട എന്ത് കാര്യമുള്ളത്? നോക്ക്, കണ്ടോ താൻ ഇതൊക്കെ? അമ്മൂന് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങി വെച്ചത് ഇതൊക്കെ. മാലയും വളയും ഡസൻ കണക്കിന് സാരിയും ചുരിദാറും അങ്ങനെ പലതുണ്ട്. കണ്ടോ താനിതെല്ലാം? ഞാനവളെ കണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയ നാളെ മുതല് ഓരോ അവസരത്തിലും വാങ്ങി വെച്ചതാ ഇതൊക്കെ. എന്നെങ്കിലും അവൾ എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ കൊടുക്കാൻ. തനിക്കും മനസ്സിലാവുന്നുണ്ടോ? സത്യമായിട്ടും ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു സച്ചേട്ടാ, അറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു പോലും. ഈ മുറിയിലുള്ള ഇത്ര സാധനങ്ങളൊക്കെ ബിസിനസ് ആവശ്യത്തിന് പലയിടത്തും പോയപ്പോ അവിടുന്ന് വാങ്ങിക്കൊണ്ട് വന്നാ ഞാൻ. ഇതിന്റെ മൂല്യം നിനക്കൊന്നും അറിയില്ല. തനിക്കൊക്കെ ഇത് വെറും ഗിഫ്റ്റായിട്ടാ തോന്നും. ഇതെന്റെ ഹൃദയോ, എന്റെ പ്രണയം, എന്റെ ആശയും ആഗ്രഹവും ഒക്കെയാ. എനിക്കിഷ്ടമുള്ളതെല്ലാം അമ്മൂന് വാങ്ങിക്കൊടുക്കണം. അതെല്ലാം അവൾ അണിയണം. അതുകൊണ്ട് എന്റെ മനസ്സ് നിറയണം. അതൊക്കെയാ എന്റെ സ്വപ്നങ്ങള്. അതുകൊണ്ടാ ഇതൊന്നും ആരും കാണാതെ എന്റെ മനസ്സിൽ അടച്ചുപൂട്ടി വെച്ചതുപോലെ ഈ മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായ തനിക്ക്? ഇതൊന്നും വെറുതെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് കണ്ടോ? ഇത് ഞാൻ അവക്ക് എന്റെ വാലന്റൈൻ സമ്മാനമായി കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാ. ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. ഇനി ഇതൊന്നും അവക്ക് വേണ്ട. ഇതിന്റെയൊക്കെ പവിത്രത പോയി. ഞാനിതിൽ സൂക്ഷിച്ച എന്റെ പ്രണയം പോയി. സച്ചേട്ടാ പ്ലീസ് വേണ്ട, പൊട്ടിക്കല്ലേ. ഇനി ഞാനായിട്ടൊന്നും ചെയ്യില്ല, പൊട്ടിക്കല്ലേ. ആവശ്യമില്ലാത്തൊന്നും പിന്നെ സൂക്ഷിക്കേണ്ടതില്ല. അതെത്ര വാല്യുബിൾ ആണെങ്കിലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.